നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കുക. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളെ കുറിച്ചാണ്. അപ്പം എങ്ങനെ ഈ മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ സീരീസിൽ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലക്ഷ്യമായി തന്നെ ജീവിക്കുക. അപ്പോൾ ആ ലക്ഷ്യത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലാളിത്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ലാളിത്യം, പരിപൂർണമായിട്ടുള്ള സ്നേഹം, പരിപൂർണമായിട്ടുള്ള സത്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ലാളിത്യം, പരിപൂർണമായിട്ടുള്ള പരിശുദ്ധി, ഇതെല്ലാം ശരിക്കും ഒന്ന് തന്നെയാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള നേച്ചറാണ് ആ ലാളിത്യം. അപ്പൊ ആ ലാളിത്യത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഈഗോ കാരണം പല സ്റ്റേറ്റിലേക്കും തിരിഞ്ഞു പോകുന്നു. സിംപ്ലിസിറ്റിയിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നു. സത്യമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ നിന്നും വ്യതിചരിക്കേണ്ടി വരികയാണ്. ഈശ്വരന് അതുപോലെ തന്നെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശ്വരന് ഈശ്വരനായിട്ട് ഭൂമിയിൽ വരാൻ പറ്റില്ല. ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഏതെങ്കിലും രൂപം എടുത്തിട്ടാണ് അവതരിക്കുക. ഏതെങ്കിലും ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷനിലൂടെയാണ് അബ്സല്യൂട്ട് മാനിഫെസ്റ്റ് ആവുക. അപ്പൊ തന്നെ അവിടെ കോംപ്ലക്സിറ്റി കടന്നു വന്നു. ഇറ്റ് ഈസ് ആസ് ഇറ്റ് ഈസ്, അത് തന്നെയായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പല ലെവൽസ് ഓഫ് വൈബ്രേഷൻ കടന്നു വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് പലതരത്തിലുള്ള വൈബ്രേഷൻസിന്റെ ഒരു ശൃംഖലയാണ് എന്നുള്ളത് സയൻസ് തന്നെ പറയുന്നത്. ഫിസിക്കൽ ബോഡി മാറ്ററാണ്.
നമ്മൾ കാണുന്ന മാറ്റർ. ഈ മാറ്ററിനെ പ്രവർത്തിപ്പിക്കുന്നത് ഉള്ളിലൊരു എനർജിയാണ്, ഊർജം. സയൻസിൽ മെറ്റബോളിസം ഒക്കെ നടക്കുന്നുണ്ട്, നമുക്കറിയാം. ഒരു എനർജിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ജീവൻ നിലനിർത്തുന്നതാണ്. ബേസിക് മെറ്റബോളിക് റേറ്റ്, ബേസിക് ടെമ്പറേച്ചർ ഉണ്ട്, ബേസിക് പൾസ് റേറ്റ് ഉണ്ട്. അവിടെ ഒരു എനർജി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സ്പിരിച്വൽ സ്ക്രിപ്റ്റേഴ്സ് അതിനെ പ്രാണ എന്ന് പറയും. അപ്പോൾ മാറ്റർ, അതിൻ്റെ അപ്പുറം പ്രാണൻ, എനർജീനെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ പുറകിൽ ഒരു മനസ്സുണ്ട്. നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. മനസ്സില്ലെങ്കിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ ചിന്തിക്കുന്നു പറയുമ്പോൾ ചിന്തിക്കുന്നത് എന്ത് വെച്ചാൽ ചിന്തിക്കുകയാണ് മനസ്സുണ്ട്. അപ്പൊ ഇതിന്റെ ഹയർ ഒരു വൈബ്രേറ്റഡ് സ്റ്റേറ്റ് ആണ് മനസ്സ്. അപ്പൊ മനസ്സിനെയും പ്രവർത്തിപ്പിക്കുന്ന എന്തോ ഉണ്ട്. മനസ്സിനെയും പ്രവർത്തിക്കുന്ന അതിനേക്കാളും സൂക്ഷ്മതല തലത്തിൽ നിൽക്കുന്ന ഒരു ലൈഫ് ഫോഴ്സാണ്. അതിന്റെ ഫോഴ്സ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഒരു വൈബ്രേഷൻസ് ശൃംഖല. നമ്മൾ സയൻസിൽ പറയുന്ന ഫ്രീക്വൻസീസ് ഗ്രോസ്, ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി തൊട്ട് ഫ്രീക്വൻസി കൂടി വന്നിട്ട് അവസാനം അൾട്ടിമേറ്റ് ഫ്രീക്വൻസി എത്തുന്നത്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എത്തുന്നത്. അതിനാണ് സോൾ എന്ന് പറയുന്നത്. അതാണ് സിംപ്ലിസിറ്റിയുടെ പ്രതീകം, പരിശുദ്ധിയുടെ പ്രതീകം, ഒരു കളങ്കവും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്. നമ്മൾ അതുമായിട്ട് സ്വയം കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ സാധനയിൽ ചെയ്യുന്നത്. സഹജമാർഗത്തിൽ പ്യൂരിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉള്ളിൽ നിന്ന്. വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക. നമ്മുടെ ഇന്റൻഷൻസിനെ പ്യൂരിഫൈ ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് പ്യൂറായിട്ടുള്ളൊരു തലം ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ വൈവിധ്യങ്ങളാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എത്രയോ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അവിടെ പ്യൂറായിട്ടുള്ള ആ ഇത് ഇവിടെ കാണാൻ സാധിക്കില്ല. പക്ഷെ പ്യൂരിറ്റി എവിടെ കൊണ്ടുവരാൻ സാധിക്കുക? നമ്മുടെ ഇന്റൻഷനിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്. ഇപ്പൊ ലാളിത്യം നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഇന്റൻഷനിലുള്ള ലാളിത്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും ലാളിത്യം എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ലാളിത്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഡ്രസ് ഇടുക, അതുപോലെ തന്നെ ജീവിതത്തിൽ ചെറിയ വീടുണ്ടാക്കുക, ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ കാണിക്കുക. അതിനെ ലാളിത്യം എന്ന് പറയാൻ സാധിക്കില്ല. ലാളിത്യം പ്യൂരിറ്റി, ഇന്റൻഷനിലുള്ള പ്യൂരിറ്റിയാണ്. അപ്പൊ അവിടെ ആണ് സഹജമാർഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ആ ലാളിത്യം, യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവമായിട്ടുള്ള ലാളിത്യത്തെ നിലനിർത്താനായിട്ടാണ് സാധന ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 പ്രമാണങ്ങളിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. ശരീരത്തിനെ മാക്സിമം തരത്തിൽ ശുദ്ധീകരിക്കുക, മനസ്സിന്റെ ശുദ്ധീകരണം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നുണ്ട്. അതിനാണ് ശുദ്ധീകരണം എന്നത്. സഹജമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശുദ്ധീകരണം. എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ മനസ്സ് അതിൻ്റെ തന്നെ ക്രിയേഷനിൽ വ്യാപരിച്ചിട്ട് അവിടെ പോയി അട്രാക്റ്റഡ് ആവുക. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മായ എന്നുള്ളത് മനസ്സിന്റെ പ്രവർത്തനമാണ്. മായ ഇസ് പവർ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. പവറിനെ മിസ്യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് കോംപ്ലക്സിറ്റി ആവുന്നത്. ആ പവർ യൂട്ടിലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്, അതിന്റെ ഇന്റൻഷൻ കറക്റ്റ് ആണ്. ഈ പവറിൽ ഒരു തരത്തിലും ഇല്യൂഷൻ ഇല്ല. ഇല്യൂഷൻ വരുന്നത് ഇന്റൻഷന്റെ തെറ്റ് വരുന്നതാണ്. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ശുദ്ധീകരണം നടത്തിയിട്ട് നമ്മൾ ആ പ്യൂരിറ്റീനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഭൗതിക ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. 10 പ്രമാണങ്ങൾ ആക്ട് ചെയ്യേണ്ടത് ഭൗതിക ജീവിതത്തിലാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കണ്ണടച്ചിരുന്നിട്ട് ഞാൻ സിമ്പിളായി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ അടുത്ത് ഒരു എപ്പിസോഡ് വായിക്കണ്ടായി. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകണം. പ്രായമുള്ളതാണ്. അവിടെ ചെന്നപ്പോ സുഹൃത്തിന്റെ ഭാര്യയിൽ ഇദ്ദേഹം ആകൃഷ്ടനായി. സ്വപ്നത്തിലൊക്കെ സുഹൃത്തിന്റെ ഭാര്യ, ഇദ്ദേഹം ഭാര്യയിലാണ് ആകൃഷ്ടനായി. പക്ഷെ അത് വളരെ വലിയ തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. മഹാത്മാഗാന്ധിജിയുടെ ഒരു പുസ്തകത്തിലാണ് ഇതുള്ളത്, മീര ആൻഡ് മഹാത്മ എന്നുള്ള പുസ്തകം. ഈ വ്യക്തി അതിനുശേഷം ആ റിപ്പനൻസ് കാരണം പുറം ലോകം കാണാൻ തന്നെ തയ്യാറായില്ല. മുറിയിൽ അടച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് വേറെ ആളെ കാണാൻ സാധിക്കും? ഞാൻ റിപ്പൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണോ നമ്മൾ ജീവിക്കേണ്ടത്? തെറ്റ് ചെയ്യാൻ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. എപ്പോഴും മെഡിറ്റേഷൻ റൂമിൽ തന്നെ ഇരിക്കുക, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക, പുറത്തിറങ്ങിയ അപകടമാണ്.
അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് ഇടുക, ആൾക്കാരെ റിപ്പൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ, റിപ്പൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകൾ ഇടുക. അവിടെ ആരും അടുത്തേക്ക് വരരുത്, സ്ത്രീകളെ കണക്ട് ചെയ്ത ആണുങ്ങളുടെ അടുത്ത് നിൽക്കരുത്. ഇങ്ങനെ സെക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിന് നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് എന്ന് പറയാൻ സാധിക്കും. ആലോചിക്കേണ്ട കാര്യമില്ലേ? നമ്മുടെ ഉള്ളിൽ പറയുന്ന ഈ ലാളിത്യത്തെ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലാളിത്യം എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയുന്നത്, പ്രകൃതിക്ക് അനുയോജ്യമാം വിധത്തിൽ ജീവിതം സരളവും ലളിതവുമാക്കുക എന്ന്. ഈ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ടു ബി ഇൻ ട്യൂൺ വിത്ത് നേച്ചർ, ഇന്നർ നേച്ചർ. നമ്മുടെ ജീവിതത്തിന്റെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഇന്റൻഷൻസ് സ്നേഹത്തിൽ നിറഞ്ഞതായിരിക്കും. സ്നേഹമാണ് പരിശുദ്ധം. ഇന്റൻഷൻ സ്നേഹത്തിൽ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവിടെ ഒരു തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാം. അതുകൊണ്ടാണ് ഇതിന് മുമ്പത്തെ മാക്സിമം ഈശ്വരനുമായിട്ട് പൂർണ്ണ ഏകത്വമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. നമ്മൾ നിരന്തരമായിട്ടുള്ള കറക്ഷൻസ് ആണ് ഉള്ളിൽ നടത്തിയത്. ഇതൊരു വേദനിക്കുന്നതല്ല, വളരെ വളരെ ആനന്ദം തരുന്ന ഒരു ചേഞ്ചാണ്. നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിജി മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്നാണ് പറഞ്ഞത്. സത്യവുമായിട്ടുള്ള എൻ്റെ പരീക്ഷണങ്ങൾ, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള സത്യത്തെ റിവീൽ ചെയ്യാൻ വേണ്ടി ഞാൻ നടത്തുന്ന പരീക്ഷണങ്ങൾ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. മഹാത്മാഗാന്ധിജിയെ മനസ്സിലാക്കിയവർ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സമരങ്ങൾ പുറത്തായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആഴത്തിലുള്ള അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ തരത്തിലുള്ള സെൽഫ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലാബറട്ടറി, നമ്മൾ ലാബറട്ടറിയിൽ ഇരുന്ന് അത് കഴിഞ്ഞാൽ ലോകം എന്ന ലാബറട്ടറിയിൽ ഇറങ്ങുകയാണ്, നമ്മൾ പറയ്ക്കുകയാണ്. അപ്പൊ എക്സ്പെരിമെന്റ് റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റും ഞാൻ തന്നെയാണെന്ന് ചാരിജി മഹാരാജ് പറഞ്ഞു. റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റ് ഞാൻ തന്നെയാണ്, ഞാൻ ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് എന്നോട് നുണ പറയാൻ സാധിക്കില്ല. എൻ്റെ പരീക്ഷണശാലയുടെ എൻ്റെ ഒബ്സർവേഷൻ റെക്കോർഡ് ബുക്ക് ഉണ്ട്, എൻ്റെ ഡയറി. അതിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, എന്നെ കറക്റ്റ് ചെയ്യുന്നു. ഞാൻ പ്ലെയിൻ ആണോ, ഞാൻ സിമ്പിൾ ആണോ എന്നുള്ളത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആ സ്നേഹത്തിന്റെ കൂടുതൽ 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 പരിശുദ്ധമായിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാത ലക്ഷ്യമായിട്ട് വളരെ യോജിച്ചു പോകുന്നു. അതാണ് ലിവിങ് ദ ഗോൾ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഈ ലാളിത്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത പ്രമാണങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. കൂടുതൽ ആഴത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.